ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയുമായുള്ള മൊബൈൽ ബന്ധത്തിന്റെ അപൂർവ കഥ പറഞ്ഞ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. കവിയും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേക ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനിടെയാണ് 2.5 പതിറ്റാണ്ട് മുമ്പത്തെ തമ്പിയുമായുള്ള മൊബൈൽ ബന്ധത്തെപ്പറ്റി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. രാജ്യത്ത് BPL മൊബൈൽ കമ്പനി ആരംഭിച്ചപ്പോൾ കേരളത്തിൽ ആദ്യമായി കണക്ഷൻ എടുത്തത് കവി ശ്രീകുമാരൻ തമ്പിയാണെന്ന് BPL സ്ഥാപകൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ കേട്ടറിഞ്ഞവർക്ക് കൗതുകം. ആദ്യത്തെ മൊബൈൽ ഫോൺ അദ്ദേഹത്തിന്റെ 1997 BPL മൊബൈലിന്റെ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ വന്ന് 1997 BPL മൊബൈൽ ആ നെറ്റ്വർക്ക് ആദ്യത്തെ നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ സെല്ലുലർ നെറ്റ്വർക്ക് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു ആദ്യത്തെ കസ്റ്റമർ ആയിരുന്നു. എനിക്കിപ്പോഴും അതിന്റെ ഒരു പ്രൈഡ് ഉണ്ട്, അഭിമാനമുണ്ട്. ഇപ്പോഴും അതേ നമ്പർ അദ്ദേഹം വെക്കുന്നു. ശതാഭിഷിക്തനായ ശ്രീകുമാരൻ തമ്പിക്ക് ശ്രീചിത്ര ഹോമിൽ ഒരുക്കിയ പിറന്നാൾ ആഘോഷത്തിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ. 1997 BPL കമ്പനിക്ക് തുടക്കമിട്ടത്. ലോകം അതിശയിപ്പിക്കുന്ന നടന്മാരെയും ഗായകരെയും കലാകാരന്മാരെയും അരങ്ങിലെത്തിച്ചതിൽ ചലച്ചിത്രകാരൻ ശ്രീകുമാരൻ തമ്പിയുടെ പങ്ക് വലുതാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 84 വയസ്സ് പൂർത്തിയാക്കിയ ശ്രീകുമാരൻ തമ്പിയെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ശ്രീചിത്ര ഹോമിലെ ജീവനക്കാരുമായും അന്തേവാസികളുമായും സൗഹൃദം പങ്കുവച്ചാണ് സ്ഥാനാർത്ഥി യാത്രയായത്. ജനം, തിരുവനന്തപുരം.